ഈശോ മിശിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ, നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്ന ഒരു ചോദ്യമുണ്ട്. സമരിയാക്കാരൻ്റെ ഉപമ പറഞ്ഞു നിർത്തിയതിന് ശേഷം ഈശോ നിയമജ്ഞനോടായി ചോദിക്കുന്ന ചോദ്യം, കവർച്ചക്കാരുടെ കയ്യിലകപ്പെട്ട ആ മനുഷ്യൻ ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? നിയമജ്ഞൻ ഒരു സങ്കോചവും കൂടാതെ പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. അവനോട് കരുണ കാണിച്ചത്. നിയമം പഠിച്ച യഹൂദ മതത്തിന്റെ ഉള്ളറകൾ അറിയാവുന്ന ഒരു നിയമജ്ഞനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരം നമ്മൾ അവിടെ കാണുകയാണ്. ദൈവത്തിന്റെ കരുണ അത് പങ്കുവയ്ക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഒരു സത്യം. ഈ പരമമായ സത്യം ഈ കോവിഡ് മഹാമാരി കാലത്ത് ലോകത്തിലേക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ. ദൈവം കരുണ കാണിക്കുന്നവരാണ്, നമ്മളും കരുണ കാണിക്കുന്നവരാകണം. കുരിശിൽ തൻ്റെ സുതന്റെ വിലാപം തുറക്കപ്പെട്ടതിന് സാക്ഷിയാവേണ്ടി വന്നവളാണ് പരിശുദ്ധം. ആ പടയാളി കുത്തിത്തുറന്ന അവസരത്തിൽ രക്തവും വെള്ളവും ധാരയായി ഒഴുകി എന്നുള്ളതാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയ്ക്കും ഒഴുകിയിറങ്ങി മറ്റുള്ളവരിലേക്ക് എത്തുന്ന ഒരു അനുഗ്രഹീത ഭാവം ബൻഹർ എന്ന വിഖ്യാത ചലച്ചിത്രത്തിന്റെ അവസാനം നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. ജൂദാ ബൻഹർ എന്ന് പറയുന്ന നായകന്റെ ജീവിതത്തിലേക്ക് കുരിശിൽ നിന്നൊഴുകി വരുന്ന രക്തം മഴവെള്ളത്തോട് ചേർന്ന്, ഇടിമുഴക്കത്തോട് ചേർന്ന്, ആ മഴവെള്ളത്തിൽ ലയിച്ചു ചേർന്ന് ദൈവകരുണ അവനിലേക്ക് എത്തുകയും അവന്റെ കുഷ്ഠരോഗിയായ അമ്മയെ സുഖപ്പെടുത്താൻ മാത്രം ശക്തിയുള്ളതായി മാറുകയാണ്. അന്നുവരെ നേരിൽ കാണാത്ത ഒരു ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ച് ആ വ്യക്തി ജൂദാ ബൻഹർ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒഴുകുന്ന ഭാവമാണ് ദൈവത്തിന്റെ കരുണയ്ക്ക്. എന്നിലേക്കും നിന്നിലേക്കും ഒഴുകുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക. സങ്കീർത്തനങ്ങൾ 103-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നമ്മളെ കിരീടമണിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കിരീടം ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിന്റെ കരുണയുടെ ഒഴുകുന്ന ഭാവമാണ് നമുക്ക് ഈ മഹാമാരി കാലത്ത് പങ്കുവെച്ച് നൽകുവാൻ ആകുന്ന ഏറ്റവും നല്ല ഔഷധം. ഈ ഔഷധം പങ്കുവെക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോരായ്മയാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് സുവിശേഷത്തിൽ. അത് സക്കേവൂസിനെ ദൈവത്തിനെങ്ങനെ കാണാനായി എന്നുള്ളത്. ജനക്കൂട്ടത്തിന് കാണാനാവാത്ത ഒരു കാഴ്ച സക്കേവൂസ് എന്ന പാപിയിലേക്ക് ദൈവത്തിന് എത്തിച്ചു കൊടുക്കാനായി. ഇലകൾക്കിടയിൽ ആദ്യ പാപം ചെയ്ത ആദത്തെ പോലെ ഭയന്ന് വിറച്ചിരുന്ന സക്കേവൂസ് എന്ന പൊക്കം കുറഞ്ഞ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, അവൻ ഒരുപാട് ജീവിതത്തിലെ പിന്നോക്കാവസ്ഥകളിലേക്ക് തള്ളപ്പെട്ടു. ഞാനൊരു ചുങ്കക്കാരനാണ്, ഞാൻ വഞ്ചിച്ചെടുത്തവൻ എന്നുള്ള അവൻ്റെ ചില സ്വത്വബോധങ്ങൾ അവനെ പിന്നോട്ട് വലിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരുണ അവനെ മുന്നോട്ട് കൊണ്ടുവരികയും, ദൈവകരുണയുടെ സ്വഭാവം ഇത് തന്നെയാണ്, നമ്മെ മുന്നോട്ട് എടുത്തു വയ്ക്കും. ഒരു ചെസ് ബോർഡിലെ കരുക്കൾ മുന്നോട്ട് എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരിക്കലും അത് പിന്നോട്ട് നീങ്ങാറില്ല. പക്ഷേ നമ്മൾ വെട്ടിപ്പിടിക്കുന്ന വഴികളിലൊക്കെ അത് മുന്നോട്ട് നീങ്ങും. പിന്നിൽ നിന്ന് ഒരാളെ മുന്നിലേക്ക് എടുത്തു വെച്ച് തിരശ്ശീലയ്ക്ക് മുന്നിലേക്ക് മറഞ്ഞു നിൽക്കുന്ന ഓരോ വ്യക്തിക്കും, കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ഇന്ന് ദൈവകരുണയുടെ അനുഗ്രഹീത ഭാവം പങ്കുവെച്ചു കൊടുക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കല്ലെറിയാൻ കൊണ്ടുവന്ന പാപിനിയുടെ ചിത്രം നമുക്കറിയാം. കല്ലെറിയാനായിട്ട് കൊണ്ടുവന്ന സമയത്ത് ചുറ്റും കല്ലെറിയാനായിട്ട് വെമ്പി നിൽക്കുന്ന ഒരുപാട് പേർ. ദൈവം നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്താണ് എഴുതിയതെന്ന് എനിക്കും നിങ്ങൾക്ക് പറഞ്ഞില്ല. പക്ഷേ ദൈവം അവളോട് അളവറ്റ കാരുണ്യം പങ്കുവെച്ചു കൊടുത്തു. കല്ലെറിയാമായിരുന്ന ആൾ താനായിരുന്നു എന്ന് ഈശോയ്ക്ക് ബോധ്യമുണ്ടായിരുന്നിട്ട് ഈശോ കല്ലെറിയാതെ ചേർത്ത് പിടിക്കുകയാണ്, കരുണ കാണിക്കുക. ഈ നാളുകളിൽ വീഴ്ചയിൽ ജീവിതം വെറുത്തുപോയ ചില ആളുകളെ ചേർത്ത് പിടിക്കാൻ, പ്രത്യാശയോടെ തിരിച്ചു നടക്കാനായിട്ട് പ്രേരിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നല്ലോ എന്നുള്ള ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, തിബേരിയാസിന്റെ നഷ്ടങ്ങളുടെ തീരത്തിരുന്ന് പത്രോസും കൂട്ടരും ഇരുന്ന് ആലോചിച്ചു, ഇനി എന്തു വഴി? ഈ വഴികൾ ഒക്കെ അവസാനിച്ചല്ലോ, ഇനി
തിരയടങ്ങാത്ത കടലിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഈ തിരയടങ്ങാത്ത കടലിലേക്ക് പോയാൽ എന്താകും എന്ന് പോലും അറിയാതെ പത്രോസും കൂട്ടരും രാത്രി മുഴുവൻ അധ്വാനിച്ചു. അവർക്കൊന്നും കിട്ടിയില്ല. ദൈവം കടൽക്കരയിൽ, തിരയൊഴിഞ്ഞ കടൽക്കരയിൽ മക്കളെ എന്ന് വിളിച്ച് തന്നെ വഞ്ചിച്ച തള്ളിപ്പറഞ്ഞ പത്രോസിനെയും കൂട്ടരെയും തിരികെ വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് ഇതിലും അപ്പുറം വേറെ ഒരു ഉദാഹരണമില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. വിശുദ്ധ ഫൗസ്തീനയുടെ വാക്കുകളിൽ ലോകത്തിലെ ഒരു ദുരിതവും ദൈവ കരുണ കൊണ്ട് അളക്കാനാവാത്തതായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മഹാമാരി, നമ്മുടെ ജീവിതത്തിലെ ചില വ്യക്തിപരമായ സങ്കടങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് സുഖപ്പെടുത്താനാവുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ദൈവകരുണയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് പ്രകാരം, ഈ കരുണ, ദൈവത്തിൻ്റെ അളവറ്റ ഈ ഔഷധം ആരെയും പിന്നിൽ നിർത്തുന്നില്ല, മാറ്റി നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നെയും നിങ്ങളെയും ഒന്നും പാപത്തിൻ്റെ പേരിൽ മുദ്രകുത്തി മാറ്റി നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ച ദൈവത്തിൻ്റെ കാരുണ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നാളുകളിൽ അനുഭവിച്ചാൽ എത്ര സന്തോഷമുള്ള കാര്യം. ഈ മഹാമാരി പടർന്നു പിടിക്കുന്ന കാലത്ത് ഏകനായി അങ്ങ് വത്തിക്കാനിലുള്ള സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന്റെ ഏകാന്തതയിൽ പരിശുദ്ധ പിതാവ് പ്രാർത്ഥിച്ചത് ദൈവത്തിൻ്റെ കരുണ ഈ ലോകത്തിലേക്ക് നിറയാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അത് നിറയ്ക്കാൻ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. കാനായിലെ കൽഭരണികളിലെ വെള്ളം നിറയ്ക്കാനായിട്ട് പരിചാരകരെ പോലെ കടന്നു വന്ന ഒരുപാട് വ്യക്തികൾ, അവരും ആ വീഞ്ഞുണ്ടായതിൻ്റെ ഭാഗം. ദൈവകരുണയെന്ന ഔഷധം, വീഞ്ഞ് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുമാർ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന കൽഭരണികളിലേക്ക് വെള്ളം നിറയ്ക്കാം. സുഹൃതങ്ങളുടെ ഒരുപാട് ജലം നിറച്ച്, അത് ആവോളം നിറച്ച്, പക്കോളം നിറച്ച് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചു നീട്ടാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ചില ചെറുതുകളെ നമ്മൾ സ്നേഹിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് പുഞ്ചിരിച്ചാൽ അത് കാരുണ്യമാകുമെന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുക. ഒരു സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാരമില്ല, പോട്ടെ, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു വാക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ്. സുവിശേഷം പങ്കുവെക്കുന്നതും ജീവിതത്തിൽ നാം പരിശീലിക്കേണ്ടതും ഈ ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യം. പ്രിയപ്പെട്ടവരെ, വീണവനെ മാറ്റി നിർത്തുന്ന മനോഭാവം മാനുഷികമായി നമ്മുടെ ഇടയിൽ ഒരുപാട് നിറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കരുണയ്ക്ക് ഒരാളെയും മാറ്റി നിർത്താനായിട്ടാവില്ല എന്നുള്ളത് സത്യം. ഈ നാളുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതും ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ടതും ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യത്തിൽ. സമരിയാക്കാരൻ്റെ ഭൂമിയിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം. വഴിയിൽ ആ മനുഷ്യൻ വെച്ച് കെട്ടിയത് വീഞ്ഞും എണ്ണയും വെച്ചാണ്. ദൈവത്തിൻ്റെ കാരുണ്യം, ഞാൻ പറഞ്ഞതുപോലെ, വീഞ്ഞിൻ്റെ സ്വഭാവമുള്ളത്, എണ്ണയുടെ സ്വഭാവമുള്ളത്, അതൊഴുകി മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരും. നീ ഒരു തുടക്കമിടേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അളവറ്റ ഒരു സംഭരണി നിന്റെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നീ മറ്റുള്ളവരിലേക്ക് അത് പങ്കുവെച്ചു കൊടുക്കുക. ഈ നാളുകളിൽ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്രയോ ഹതഭാഗ്യരായി, അസ്വസ്ഥരായി ഈ നാളുകളിൽ ചെലവഴിക്കുകയാണ്. ദൈവം നമ്മളെ കരുണയോടെ നോക്കുകയും ചെയ്യുക. ഈ ഒരു മനോഭാവത്തിൽ ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പാപിയായ ചുങ്കക്കാരനായ മനുഷ്യൻ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ പാപങ്ങളുടെ മേൽ കരുണയായിരിക്കും. ഈ രോഗത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളുടെ മേൽ കരുണയായിരിക്കും. ഈ നാളുകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ അസ്വസ്ഥതകളുടെ മേൽ കരുണയായിരിക്കണം. ചില ദൗർബല്യങ്ങളുടെ മേൽ കരുണയായിരിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ നിറയട്ടെ നമ്മുടെ ജീവിതത്തിൽ. ഒരുപാട് ദൈവാനുഗ്രഹങ്ങളിൽ വളരാൻ, ഒരുപാട് ദൈവത്തെ സ്നേഹിക്കാൻ, നമുക്ക് കരുണയുടെ ഒരു വലിയ പ്രവാചകനായി ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ജീവിതത്തിൽ എനിക്കെന്തെങ്കിലും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് പങ്കുവയ്ക്കാനാകുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണ മാത്രം. നമ്മുടെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ജീവിത ശൈലികളിൽ ദൈവത്തിൻ്റെ കരുണ നിറയുമാറാകട്ടെ. അവനോട് കരുണ കാണിച്ചവൻ എന്ന നിയമജ്ഞൻ്റെ ആ മറുപടി വളരെ ശ്രദ്ധേയമാണ്. നിയമപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് ദൈവത്തിന് നിന്നെക്കൊണ്ട് ആവശ്യമുള്ളത് ഈ കരുണ വിളമ്പുന്ന യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. ഇതിനുവേണ്ടി നീ ആഗ്രഹിക്കണം.
വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. നമ്മുടെ ഈ നാളുകളിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവകരുണ നമ്മളെ സുഖപ്പെടുത്തുമാറാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.